കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ആത്മ പദ്ധതിയുടെ ഭാഗമായി 2 ദിവസങ്ങളിലായി കുന്നംകുളത്ത് നടന്ന കിസാൻ ഗോസ്തി 2026 സമാപിച്ചു. ജൂലൈ 30-31 തീയതികളിലായി കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് 2 ദിവസത്തെ കാർഷിക മേള നടന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മണലൂർ എം.എൽ.എ. പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം വി പ്രശാന്തൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥിയായി. ആത്മ കർഷക ഉപദേശക സമിതി ചെയർമാൻ എം ബാലാജി ചടങ്ങിൽ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിനി പ്രസാദ്, ബിന്ദു ധർമ്മൻ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ പി ജി ജയപ്രകാശ്, വിവിധ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. യോഗത്തിന് കൃഷിഭവൻ ഓഫീസർ സ്വേഗ ആന്റണി സ്വാഗതവും ഡോക്ടർ ജസ്ന മരിയ നന്ദിയും പറഞ്ഞു. മേളയുടെ ഭാഗമായി കാർഷിക പ്രദർശനം, ഭക്ഷ്യമേള, സൗജന്യ മണ്ണു പരിശോധനാ ക്യാമ്പ്, കാർഷിക ക്ലിനിക്, കർഷകരും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സംവാദം എന്നിവയും നടന്നു. നെൽകൃഷിയിലെ സംയോജിത കീടരോഗ നിയന്ത്രണം, വളപ്രയോഗവും കളനിയന്ത്രണവും, മുണ്ടകൻ നെൽപ്പാടങ്ങളിലെ പയർവർഗ കൃഷിരീതികൾ, ആധുനിക സാങ്കേതികവിദ്യയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കാർഷിക വിദഗ്ധർ നയിച്ച വിവിധ സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു. സമാപന ദിവസമായ വെള്ളിയാഴ്ച കലാവിരുന്നോടെയാണ് 2 ദിവസത്തെ കിസാൻ ഗോസ്തിക്ക് സമാപനമായത്.